ഹായ് ഓൾ. ഇപ്പോൾ എല്ലാവർക്കും ഈ ഫുൾ മൂണിൻ്റെ എനർജി ചേഞ്ചസും കാര്യങ്ങളും ഉണ്ടായിരിക്കും. ബോഡി ഭയങ്കരമായിട്ട് വീക്കായിട്ടിരിക്കുക, ക്ഷീണം തോന്നുക, ഉറങ്ങണമെന്ന് തോന്നും, എനർജി ഒരുപാട് ലോസായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ മൈൻഡ് വീണ്ടും പഴയ പോലെ നമ്മുടെ DM അല്ലെങ്കിൽ DF ചേസ് ചെയ്യുന്നൊരു എനർജിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഓർമ്മകൾ, അവരുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള സോങ്സ്, പ്ലേസസ്, വ്യക്തികൾ, സാഹചര്യങ്ങൾ, സ്ഥലങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പല സോഴ്സസിലൂടെ. അപ്പോൾ ഇങ്ങനെ ഓർമ്മ വരും, നമ്മൾ വീണ്ടും ഒരു ചേസിങ് എനർജിയിലേക്ക് പോകും. ചേസിങ് എനർജിയിലേക്ക് പോയി കഴിയുമ്പോൾ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് എത്തും. ഓക്കെ, അവിടെ തേർഡ് പാർട്ടീസ് ഉണ്ടാവും, വേറൊരു റിലേഷനാവാം, പാരൻസ് ആകാം, ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആകാം, കരിയർ പ്രോബ്ലംസ് ആകാം. അവിടെ നമുക്കിപ്പോൾ ഒരു വാല്യൂ ഇല്ലാതെ നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ വാല്യൂ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമായിരിക്കാം. എന്നിരുന്നാലും നമുക്ക് ഈ ഒരു ചേസിങ് എനർജി ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ നല്ല സ്റ്റേബിളായിട്ട് നിന്നൊരു വ്യക്തിക്ക് പെട്ടെന്നൊരു ചേസിങ് എനർജി, ഒരു ഒരു മിസ്സിങ് എനർജി ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ എനർജി അല്ല, അത് നമ്മുടെ DMൻ്റെ എനർജിയാണ്. ഒരു DMൻ്റെ എനർജിയാണത്. അവർ നമ്മളെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്, റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്, ഓർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കും അതുപോലെ ഫീൽ ചെയ്യുന്നത്. അവരുടെ ലൈഫിലിപ്പോൾ ഉണ്ടാകുന്ന ഇഷ്യൂസാണ് പല രൂപത്തിലും നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സ്റ്റേബിളായിട്ട് നിന്നൊരു വ്യക്തി പെട്ടെന്ന് നമ്മളൊരു സെപ്പറേഷൻ ഫേസിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്ന പോലത്തെ ഒരവസ്ഥയിലേക്ക് പോയി. അവിടെ നിന്ന് നമ്മൾ ഉയർന്ന് വന്നവരാണ്. അപ്പോൾ അതുപോലെ വീണ്ടും ആ ഒരു പൊസിഷനിൽ നിന്ന് നമ്മളൊരു സീറോ ആയിപ്പോയ പോലത്തെ ഒരു പൊസിഷൻ, അവിടെ നിന്നും ഉയർന്ന് വരണം എന്ന് വെച്ച് സെയിം പൊസിഷനല്ല, സ്റ്റേബിളായി നിന്നവരാണ് നമ്മൾ. സ്റ്റെബിലിറ്റി എന്താണ്, നമ്മുടെ എനർജി എന്താണ്, നമ്മുടെ പവർ എന്താണ്, പോസിറ്റിവിറ്റി എന്താണ് എന്ന് മനസ്സിലാക്കിയവരാണ്. ഓക്കെ, അപ്പോൾ ഇതിനൊരു ചേഞ്ച് പഴയതുപോലെയല്ല, നമുക്കൊരു കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് തിരിച്ചു വരാൻ കഴിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ ആവശ്യമാണ്. നമ്മളെന്നുള്ള വ്യക്തി കുറേ കൂടെയൊക്കെ മാറേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഒരു ചേസിങ് മെൻറ്റാലിറ്റി നിൽക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് വേണമെന്ന് പറയുന്നില്ല, എന്നാലും സോഷ്യൽ മീഡിയ ത്രൂ നിങ്ങളുടെ DMുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ ആ സോഷ്യൽ മീഡിയാസ് എല്ലാം ഡിസ്കണക്റ്റ് ആക്കുക. ഓക്കെ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ്, ഇതൊക്കെയൊക്കെ നമ്മൾ എന്തെങ്കിലും ആ ഒരു സോഷ്യൽ മീഡിയയിലേക്ക് ചെല്ലുമ്പോൾ അവർ തിരയാതിരിക്കില്ല. അതുകൊണ്ട് അതൊക്കെ അൺഇൻസ്റ്റാൾ ആക്കി വയ്ക്കുക. നമുക്ക് അവരിലേക്ക് എത്തപ്പെടാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ് അവരുടെ ലൈഫിൽ നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ടാവുമല്ലോ, സോഷ്യൽ മീഡിയാസ്, അതൊക്കെയും കട്ട് ചെയ്ത് വയ്ക്കുക. കൂടുതലും അവരിലേക്ക് എത്തിപ്പെടാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, വെറുതെ നമ്മുടെ ഇമോഷൻസൊക്കെ സ്റ്റാറ്റസ് ഇട്ട് അവരെ അറിയിക്കാൻ ശ്രമിക്കുന്ന അങ്ങനെ രീതിയിലുള്ള പ്രവണതകളൊക്കെ ഒഴിവാക്കണം. മാക്സിമം നമ്മൾ അങ്ങോട്ട് റീച്ച് ഔട്ട് ആവാതിരിക്കുക, നമ്മുടെ ഇമോഷൻസ് കൂടുതലും അവരിലേക്ക് എക്സ്പ്രസ് ചെയ്യാതിരിക്കുക, പോസ്റ്റ് ത്രൂ അങ്ങനെയൊന്നും എക്സ്പ്രസ് ചെയ്യാതിരിക്കുക. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത് അതാണ്. ഓക്കെ, അതുപോലെ നമുക്ക് ടെൻഷനായിട്ടിരിക്കുമ്പോൾ മൈൻഡ് ഒരിടത്ത് നിൽക്കാതെ മൈൻഡ് ഇങ്ങനെ നെഗറ്റീവ് ചിന്തകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കൂടുതലും നമ്മൾ ചെയ്യുന്നത് എന്താ,
ഒന്നിൽ റെസ്റ്റിലേക്ക് പോകും. റെസ്റ്റ് എടുക്കുന്നത് പ്രശ്നമല്ല, നമ്മുടെ ബോഡിക്ക് റെസ്റ്റ് ആവശ്യമാണ്. നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ച് നല്ലതായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങാൻ തോന്നുവാണെങ്കിൽ ഉറങ്ങുകയൊക്കെ ചെയ്യുക, അതിന് കുഴപ്പമില്ല. പക്ഷേ അഡിക്ഷൻസിലേക്ക് പോകരുത്. ഫോൺ, അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയാസിൽ ഇങ്ങനെ വെറുതെ സ്പെൻഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സോഷ്യൽ മീഡിയാസ് കട്ട് ചെയ്തു ഫുള്ളായിട്ടും. ഒരു പക്ഷേ നമ്മൾ ആ വ്യക്തിയെ ക്ക് വേണ്ടിയിട്ട് പോകുന്നതല്ലാതെ ഇപ്പോൾ യൂട്യൂബൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഉപയോഗം കുറയ്ക്കുക. നമുക്ക് ആവശ്യമുള്ള കണ്ടൻസ് മാത്രം അതിൽ നിന്ന് എടുക്കുക. എപ്പോഴും ഇങ്ങനെ ഈ ഒരു മൈൻഡിൽ ആവശ്യമില്ലാത്ത ചിന്തകൾ വരുമ്പോൾ നമ്മുടെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്ത് വിടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോൺ യൂസ് ചെയ്യും. ഓക്കെ, നമ്മൾ കൂടുതലും ഔട്ട്ഡോർ ആക്ടിവിറ്റീസിലേക്ക്, അതായത് പുറത്ത് ഇച്ചിരി പ്രകൃതിയൊക്കെ ആസ്വദിച്ച് കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യുക. പുറത്ത് അല്ലെങ്കിൽ നമുക്ക് പെറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ അതുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാം അല്ലേ. ഇരിക്കുന്നതിനേക്കാളും ബെറ്ററായിട്ട് റൂമിനുള്ളിൽ ചടഞ്ഞുകൂടി ഇരിക്കാണ്ട് പുറത്തേക്കൊക്കെ ഇറങ്ങി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് അഡിക്ഷൻസ് എന്തുണ്ടെങ്കിലും, അത് ഫോൺ അഡിക്ഷൻ ആകാം, അല്ലാതെ ഈ ടൈം വേസ്റ്റാക്കി പോകുന്ന അഡിക്ഷൻസ് എന്തുണ്ടെങ്കിലും അത് ഒഴിവാക്കുക. ആവശ്യമില്ലാത്ത റിലേഷൻസ്, അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ടൈം നമ്മുടെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്ത് വിടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഫോണിലൊക്കെ വെറുതെ സംസാരിച്ചിരിക്കുന്നവരുണ്ടാവും, ചാറ്റ് ചെയ്തിരിക്കുന്നവരുണ്ടാവും. അപ്പോൾ നമുക്ക് അധികം വേണ്ടാന്നുള്ള സംസാരങ്ങൾ ഒഴിവാക്കുക. ചാറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. അങ്ങനെയുള്ള എന്തെങ്കിലും ആപ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും അൺഇൻസ്റ്റാൾ ചെയ്യുക. ഫോണായിരിക്കും നമ്മളെ മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആക്കി വിടുന്നതിന് വേണ്ടിയിട്ട്, നമ്മുടെ പെയിൻ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോണാണ്. അപ്പോൾ ഫോണിൽ മാക്സിമം സോഷ്യൽ മീഡിയാസ് ഏതെങ്കിലും ആപ്സ് ഉണ്ടെങ്കിൽ, ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ആക്കുക. വേണ്ടാത്ത കോണ്ടാക്ട്സൊക്കെ ഡിലീറ്റ് ചെയ്യുക. വെറുതെ ചാറ്റ് ചെയ്ത് സമയം കളയാണ്ട് നമ്മുടെ ടൈം മാക്സിമം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. മൈൻഡിനെ നമുക്ക് അല്ലാത്ത രീതികളിലും ഡൈവേർട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, പെറ്റ്സൊക്കെ ആയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം, നാച്ചുറുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാം, ഗാർഡനിങ് ചെയ്യാം. നമുക്ക് ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയോ, ഇപ്പോൾ കിളികൾക്കൊപ്പം അങ്ങനെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ബുക്കൊക്കെ വായിച്ചിരിക്കാം. ഓക്കെ, മ്യൂസിക്കൊക്കെ കേട്ട് ഡാൻസൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ നമുക്കിഷ്ടമുള്ള കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിക്കൊണ്ട് മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യണം. ഭയങ്കര പെയിൻഫുൾ ആണെങ്കിൽ ചെയ്യാം, ഒരു പരിധിവരെ അങ്ങനെ ചെയ്യാം. അതിനുശേഷം ആലോചിക്കുക ഇതിൻ്റെ സൊല്യൂഷൻ എന്താണ്. നമുക്കിതിനൊരു സൊല്യൂഷൻ എന്ന് വെച്ചാൽ വെറുതെ ടൈം ഇങ്ങനെ വേസ്റ്റാക്കി ടെൻഷൻ അടിച്ച് എനർജി ചേഞ്ചസ് കൊണ്ടാണ് DMൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഫീലാവുന്നതാണ്. എല്ലാം ശരിയാണ്. എന്നിരുന്നാലും നമ്മുടെ എനർജി വെറുതെ ടൈമും എനർജിയും വെറുതെ വേസ്റ്റാക്കി കളയാണ്ട് ഇതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് ചിന്തിക്കുക. അപ്പോൾ സൊല്യൂഷനായിട്ട് വരുന്നത് എപ്പോഴും ഇങ്ങനെ ചേസ് ചെയ്യാണ്ട്, അതായത് നമ്മുടെ പാർട്ട്ണർ, നമ്മുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്, നമ്മുടെ കൂടെ തന്നെയാണ്, നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒരു ചേസിങ് എനർജിയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ കൗണ്ടർ പാർട്ട് നമ്മുടെ കൂടെ ഇല്ല, നമ്മളത് തിരഞ്ഞ് നടക്കുവാണ്, ഇല്ല എന്നുള്ള ഒരു കൂടെ ഇല്ല എന്നുള്ളൊരു തോട്ടാണ് നമ്മൾ, ഒരു മിസ്സിങ് തോട്ടാണ് കൊടുക്കുന്നത് അല്ലേ. അതൊരിക്കലും പോസിറ്റീവായിട്ടുള്ള കാര്യമല്ല. നമ്മളിൽ തന്നെ ഫുൾഫിൽഡ് ആണ് എന്നതിലേക്കാണ് എത്തിച്ചേരേണ്ടത്. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള ഡിസ്ട്രാക്ഷൻസ് എല്ലാം ഒഴിവാക്കി നമ്മളിൽ തന്നെ ഫോക്കസ് ചെയ്ത് സെൽഫ് ലവ് ചെയ്ത് സെൽഫ് ഗ്രോത്തിലേക്ക് വരണം. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ഇന്നർ വർക്ക്സും കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്ത് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, നമ്മുടെ ഒരു ഫാമിലി മെമ്പർ എന്നുള്ള നിലയിൽ, ഒരു സാമൂഹിക ജീവി എന്നുള്ള നിലയിൽ ഒക്കെയും നമ്മൾ ഡെവലപ്പായി അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്നർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ കൃത്യമായിട്ടും നമുക്ക് ഒരു ഉയർച്ച ഉണ്ടാവുകയുള്ളൂ. നമുക്ക് ഈശ്വരൻ എന്താണ് നമ്മൾക്ക് ലൈഫ് പർപ്പസ് തന്നിട്ടുള്ളത് അതെല്ലാം നിറവേറ്റി ഈ ജീവിതം
നമുക്ക് ധന്യമാക്കി തീർക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കുക, നമ്മുടെ ഗ്രോത്തിൽ ഫോക്കസ് ചെയ്യുക, സെൽഫ് ലവ് ചെയ്യുക, നമ്മുടെ ഹെൽത്ത്, നമ്മുടെ കരിയർ, ഫിനാൻസ്, ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്കൊരു വളർച്ച ഉണ്ടാവുകയുള്ളൂ, നമ്മുടെ ഡിവൈൻ പർപ്പസ് കംപ്ലീറ്റ് ആക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള യൂണിയനും സാധ്യമാവുകയുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങളോട് ഫോഴ്സ്ഫുള്ളി ചെയ്യണമെന്നല്ല പറയുന്നത്. നിങ്ങൾ മാക്സിമം ഈ ഒരു എനർജി നിങ്ങൾക്ക് ഫീൽ ആവുമ്പോൾ ഡൗണായി പോവുകയാണെങ്കിൽ മാക്സിമം എന്ത് ചെയ്യുക, ക്ഷീണം വരുവാണെങ്കിൽ റെസ്റ്റൊക്കെ എടുക്കുക. എന്നിട്ട് വെള്ളമൊക്കെ കുടിച്ചൊന്ന് ഫ്രഷ് ആയിട്ടിരുന്ന ശേഷം മൈൻഡിനെ ഒന്ന് കാമാക്കി കൊണ്ടുവന്നിട്ട്, റഷ് ചെയ്യേണ്ട, മൈൻഡിനെ ഒന്ന് കാമാക്കി കൊണ്ടുവന്ന ശേഷം സ്വയം ഇരുന്ന് ആലോചിക്കുക. വെറുതെ സ്പോയിലാകാണ്ട് സ്വയം ഇരുന്ന് ആലോചിക്കുക. ആലോചിച്ച ശേഷം ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻസ് എല്ലാം ഒഴിവാക്കി ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളെന്ന വ്യക്തിയെ നിങ്ങൾ നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ട് വരിക. അപ്പോൾ നമ്മളിവിടെ ആ DMൻ്റെ എനർജി നമുക്കിവിടെ ഫീൽ ആകുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമ്മളിവിടെ ചെയ്യുന്ന വർക്ക്, നമ്മുടെ സ്പിരിച്വൽ വർക്ക്സ് ആയാലും അല്ലാതെ നമ്മൾ ചെയ്യുന്ന പേഴ്സണൽ ഗ്രോത്തും കാര്യങ്ങളും ആയാലും എല്ലാം അവിടെയും ഒരു എഫക്റ്റ് കൊണ്ടുവരും. അപ്പോൾ ബേസിക്കലി നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നല്ലൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരും. നമ്മളെന്നുള്ള വ്യക്തി നന്നായിട്ട് ഒരു ഫൗണ്ടേഷനോടുകൂടി ഉയർന്ന് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണു പോകരുത്, ഈ ലൂപ്പിലൊന്നും വീണു പോകരുത്. നമ്മൾ എത്രത്തോളം വീണു ഈ ഒരു വേദന സഹിച്ചുവോ, എത്രത്തോളം മൈൻഡ് പെയിൻഫുള്ളായോ അതിനേക്കാൾ ശക്തിയായിട്ട് തിരിച്ചു വരണം. മുന്നേ നമ്മൾ എത്രത്തോളം ശക്തിയായിട്ടാണോ തിരിച്ചു വന്നത് അതിനേക്കാളും ത്രിബിൾ ശക്തിയോടുകൂടി തിരിച്ചു വരണം. ഓക്കെ, എല്ലാവരും അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് പേഴ്സണൽ ഗൈഡൻസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കൗൺസിലിംഗ് ആവശ്യമാണെങ്കിലും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.